ഗുഡ് ഈവനിങ്. മൈൻഡ് വാച്ചിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് വിവാഹേതര ബന്ധങ്ങൾ എന്ന വിഷയത്തെക്കുറിച്ചാണ്. ചർച്ചയ്ക്ക് നമ്മളോടൊപ്പമുള്ളത് പ്രശസ്ത ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ഡോക്ടർ ഗിരീഷാണ്. മാനസികാരോഗ്യത്തെ സംബന്ധിക്കുന്ന പ്രേക്ഷകരുടെ പ്രശ്നങ്ങൾ കേൾക്കുവാനും പരിഹാരങ്ങൾ നിർദ്ദേശിക്കുവാനും കൗൺസിലിംഗ് നൽകുവാനുമാണ് അദ്ദേഹം നമ്മളോടൊപ്പം ഉള്ളത്. അദ്ദേഹവുമായി സംസാരിക്കാൻ താഴെ കാണുന്ന നമ്പറിലേക്ക് ബന്ധപ്പെടുക. നമുക്ക് ചർച്ചയിലേക്ക് കടക്കാം. ഡോക്ടർ, എക്സ്ട്രാ മറിറ്റൽ റിലേഷൻഷിപ്സ്, അതായത് വിവാഹേതര ബന്ധങ്ങൾ വളരെയധികം നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ കൂടി വരുന്ന ഒരു ട്രെൻഡാണ് ഇപ്പോൾ കാണുന്നത്. ഡോക്ടർക്ക് അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? തീർച്ചയായിട്ടും സ്വാതി ചോദിച്ച പോലെ വിവാഹേതര ബന്ധങ്ങൾ നമ്മുടെ സമൂഹത്തിൽ വളരെ കൂടി വരുന്നുള്ള യാഥാർത്ഥ്യമാണ്. അതിൻ്റെ പിന്നിൽ പല റീസൺസ് ഉണ്ട്, ഒരുപാട് കാരണങ്ങളുണ്ട്. അത് ഒരു വ്യക്തിപരമായ കാരണങ്ങൾ, മാനസികാരോഗ്യ മേഖലയ്ക്കുള്ളിൽ ഒതുങ്ങുന്ന കാരണങ്ങൾ മുതൽ വ്യത്യസ്തങ്ങളായ ഒരുപാട് സാമൂഹ്യമായ മാറ്റങ്ങൾ, സാംസ്കാരികമായ പുതിയ മാതൃകകൾ സ്വീകരിക്കുന്നവ, അങ്ങനെ ഒത്തിരി കാരണങ്ങൾ അതിൻ്റെ പിന്നിലുണ്ട്. എങ്കിലും ചില കാര്യങ്ങൾ ഒരുപക്ഷെ ഒരു ഞാൻ അടുത്ത കാലത്ത് കണ്ട ഒരു ജീവിതം, ഒരു അനുഭവം, അത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നത് ഒരുപക്ഷെ നമ്മുടെ പ്രേക്ഷകർക്കും ഗുണകരമായിരിക്കുമെന്ന് തോന്നുന്നു. അപ്പോൾ ഇത് അടുത്ത കാലത്തായിട്ട് എനിക്ക് കാണാൻ വന്ന ഒരു ദമ്പതികൾ. അപ്പോൾ അതിൽ ഹസ്ബൻഡ് ഒരു വലിയൊരു ബിസിനസ്മാനൊക്കെയാണ്, വൈഫും അതുപോലെ നല്ലൊരു പ്രൊഫഷണലാണ്, വളരെ മിടുക്കിയ ഒരു സ്ത്രീയാണ്. കുട്ടികളുണ്ട് അവർക്ക്. അപ്പോൾ കുട്ടികളെക്കുറിച്ച് മുതിർന്ന കുട്ടികളായി, സ്കൂളിലൊക്കെ പഠിക്കുന്ന മുതിർന്ന ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളായിട്ട് മാറി. അപ്പോൾ ഇവരെ പ്രത്യേകിച്ച് ഈ ലേഡിയെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടിക്കാലത്തൊക്കെ വളരെ മിതത്വവും മാതൃക എന്ന് സ്കൂളുകാരൊക്കെ തന്നെ കരുതിക്കൊണ്ടിരുന്ന, അങ്ങനെ തന്നെ ആയിരുന്നൊരു കുട്ടി തന്നെയാണ്. അധികം ആൾക്കാരുടെ അടുത്ത് ഒത്തിരി ഒച്ച വയ്ക്കാതെയും അല്ലെങ്കിൽ അങ്ങനെ ഒരുപാട് എക്സാക്ട്ലി റിസർവ്ഡ് എന്ന് പറയുന്ന നിലയ്ക്ക് ജീവിക്കുക, ആൾക്കാരുടെ ഇടിച്ചു കയറി സംസാരിക്കാൻ പോകാതിരിക്കുക, അതിൻ്റെ സാന്നിധ്യം പോലും ഉണ്ടെന്ന് അറിയാതിരിക്കുക. പക്ഷെ പഠിക്കുന്ന കാര്യങ്ങളിൽ ഭംഗിയായിട്ട് പഠിക്കുന്നു, വളരെ മിടിക്കാവുന്നു, നല്ല സമ്മാനങ്ങളൊക്കെ മേടിച്ച് പഠിക്കുന്നു, അങ്ങനെ പോകുന്നൊരു കുട്ടി. അതേസമയം അതിൻ്റെ പിന്നെ കൂടെ പഠിക്കുന്ന വ്യക്തികളുമായിട്ട് അത്യാവശ്യം വ്യക്തിബന്ധങ്ങളുണ്ടെന്ന് ഒഴികെ സുഹൃത്തുക്കൾ എന്ന നിലയ്ക്കുള്ള സാധാരണഗതിയിലുള്ള ഫോർമലായിട്ടുള്ള റിലേഷൻഷിപ്സിന് അപ്പുറം ഒരു ബന്ധങ്ങളും സൂക്ഷിക്കാത്തൊരു കുട്ടി. അപ്പോൾ പ്രൊഫഷണൽ വിദ്യാഭ്യാസം പൂർത്തിയാകുന്നു വളരെ ഭംഗിയായിട്ട്. വീടാണെങ്കിൽ വളരെ കൺസർവേറ്റീവ് ആയിട്ടുള്ളൊരു കുടുംബമാണ്, ബന്ധുക്കളൊക്കെ ആ നിലയ്ക്കുള്ളതാണ്. അപ്പോൾ അതിനുള്ളിൽ നിന്ന ശേഷം ആ ചട്ടക്കൂടിനുള്ളിൽ ഇങ്ങനെ ജീവിച്ചു വന്ന കുട്ടി. അപ്പോൾ ഇവരുടെ അടുത്തൊരു ബന്ധുവായിട്ടുള്ള ഒരു യുവാവ് ഈ കുട്ടിയുടെ ബാല്യം മുതൽക്ക് ഇങ്ങനെ നോക്കി വരുന്ന അവസരത്തിൽ വളരെ വളരെ നല്ലൊരു കുട്ടി, സംതിങ് ഹി റിയലി ഡ്രീംസ്, സ്വപ്നം കാണുന്ന വിധത്തിലുള്ള കുട്ടിയായതുകൊണ്ട് ഹി തോട്ട് മസ്റ്റ് മാരി ഹർ, ഈ കുട്ടിയെ തന്നെ വിവാഹം കഴിക്കണം എന്ന് തോന്നലുണ്ട്. ദാറ്റ്സ് വാട്ട് എക്സാക്ട്ലി യെസ്. അപ്പോൾ ഇങ്ങനെ ഒരു വളരെ മാതൃകാപരമായ ജീവിതം, വളരെ നല്ല അച്ചടക്കം എന്ന് നമ്മൾ സാധാരണ വിളിക്കുന്ന വാക്കുണ്ടല്ലോ, അപ്പോൾ അങ്ങനെ വളരെ അച്ചടക്കമായിട്ട് പോകുന്ന ഒരു കുട്ടി, സ്വാഭാവികമായിട്ടും അച്ചടക്കമുള്ള കുട്ടി ആഗ്രഹിച്ചു പോകുന്ന ബന്ധുവായ യുവാവ്. വീട്ടുകാർ സംസാരിക്കുന്നു, അപ്പോൾ ഈ കുട്ടി വളരെ വിദ്യാസമ്പന്നയാണ്, വളരെ മിടുക്കിയാണ്, വളരെ അച്ചടക്കമുള്ള കുട്ടി. ഇതെല്ലാം വെച്ച ശേഷം അപ്പോൾ അയാൾ ബന്ധുവായതുകൊണ്ട് ഇവർക്ക് പിന്നെ പലപ്പോഴും പലതായിട്ട് ചിന്തിക്കേണ്ടി വന്നില്ല. ഇമ്മീഡിയറ്റ്ലി ദേ തോട്ട് ഓഫ് മാരേജ്. അങ്ങനെ വിവാഹം കഴിയുന്നു. വിവാഹം കഴിഞ്ഞ ശേഷം കുഞ്ഞ് ജനിക്കുന്നു. വീണ്ടും വീടിനുള്ളിൽ ഒതുങ്ങിപ്പോകുന്ന ഒരു ജീവിതം. പക്ഷെ വീണ്ടും അവിടെ ഈ കുട്ടി പറയുന്നത് പ്രധാനമായിട്ട് ഇപ്പോൾ ഇയാളുടെ വിവാഹം കഴിച്ച വ്യക്തിയുടെ കുടുംബാംഗങ്ങളുമായിട്ട് ഒന്ന് ലയിച്ച് കയറുക എന്ന് പറയുന്ന പ്രോസസ്സ് ഭംഗിയായിട്ട് നടന്നു എന്ന് പറയാൻ പറ്റില്ല. അങ്ങനെ ഒരു സംഭവം നടന്നില്ല. ബട്ട് മാനേജിങ്, കാരണം ഇവള് പ്രത്യേകിച്ച് വഴക്കുണ്ടാക്കുന്ന കുട്ടിയൊന്നുമല്ല, അതുകൊണ്ട് വീട്ടുകാരുടെ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ പോകുന്നു, സിങ്കിൻ എന്നൊക്കെ പറയില്ല, അതുണ്ടാവുന്നില്ല, അലിഞ്ഞു ചേരുന്നില്ല. പക്ഷേ വിട്ടുമാറി നിൽക്കാത്ത വിധത്തിൽ തന്നെ അങ്ങനെ പോകുന്ന ഒരവസ്ഥ. ഹസ്ബൻഡുമായിട്ടും വളരെ നല്ല റിലേഷൻഷിപ്പാണ്, അങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുന്നു. ഒരു കുഞ്ഞ് ജനിച്ചു. അല്ല, അത് കഴിഞ്ഞ ശേഷം സ്വാഭാവികമായിട്ടും അയാൾ ജോലിക്ക് പോകുന്നു, ഈ ലേഡിയും. അപ്പം ഈ പുരുഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളൊരു പ്രൊഫഷണലാണ്, പക്ഷേ അതിലുപരി അയാൾ ബിസിനസ്സിൻ്റെ ഒരു പുതിയ അധ്യായങ്ങളിലേക്ക് തുടങ്ങുന്നു. അങ്ങനെ ബിസിനസ്സിൻ്റെ പുതിയ വലിയ വലിയ ലോകത്തേക്കുകൾ എത്തുന്നു. അങ്ങനെ ഈ ഭയങ്കരമായിട്ട് ഇങ്ങനെ ബിസിനസ് വേൾഡ് വല്ലാതെ ബിൽഡപ്പ് ചെയ്തു, വളരെ കൂടുതലായിട്ട് ബിൽഡപ്പ് ചെയ്തു. അങ്ങനെ അത് ഒരു വലിയ തലത്തിലേക്ക് അതിങ്ങനെ വളർന്ന് പൊങ്ങുന്നതിനവസ്ഥയിലേക്ക് തന്നെയാണ്. അപ്പോൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ അയാൾ കംപ്ലീറ്റ് ബിസിനസ്സിലേക്ക് ഇങ്ങനെ പെട്ട് പോകുന്ന അവസ്ഥയിലേക്ക് മാറുന്നു. ആ സമയത്താണ് നമ്മുടെ സോഷ്യൽ മീഡിയ പതിയെ വന്നു തുടങ്ങുന്നത്. അപ്പോൾ സോഷ്യൽ മീഡിയ എപ്പോഴും വില്ലൻ എന്ന് പറയുന്നത് ഒരു സ്വാഭാവികമായിട്ടുള്ള നല്ല കാര്യമല്ലെന്നറിയാം.
സോഷ്യൽ മീഡിയയ്ക്ക് ഒരുപാട് ഗുണങ്ങളുണ്ടാവും, ഗുണങ്ങളുണ്ട്, ദോഷങ്ങളും ഉണ്ട്. അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ പലപ്പോഴും എപ്പോഴും ഹീറോ അല്ല, ചിലപ്പോഴൊക്കെ വില്ലനാവാറുണ്ട്. അങ്ങനെ വില്ലനാകുന്ന ഒരു അവസ്ഥയായിരുന്നു ഈ സംഭവം. അപ്പോൾ ഇവിടെ സോഷ്യൽ മീഡിയ വന്നു തുടങ്ങുന്നു. മുമ്പ് വളരെ നമ്മളെല്ലാവരും ഏറ്റവും കൂടുതൽ ഓമനിച്ചിരുന്ന ഒരു ഓവച്ച് തുടങ്ങുന്ന ഒരു മീഡിയ ഉണ്ട്. എക്സാക്ട്ലി, ദാറ്റ്സ് വാട്ട്. അപ്പോൾ അതിലൂടെ പിന്നെ യാഹൂ മെസ്സഞ്ചർ, അപ്പോൾ അതിലൂടെയൊക്കെ തന്നെ ഇങ്ങനെ പഴയ ഫ്രണ്ട്സിനെ ഒരുപക്ഷെ ഇദ്ദേഹത്തിൻ്റെ കൂടെ പ്രൊഫഷണൽ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു, അവരുമായിട്ട് അധികം വ്യക്തിബന്ധം ഉണ്ടാവാതിരുന്ന ഫ്രണ്ട്സിനെ സമയം പോകാൻ വേണ്ടി തുടങ്ങാം. ഈ ഒരു സോഷ്യൽ മീഡിയയിലേക്ക് ഇദ്ദേഹത്തെ തള്ളിവിടുന്നതിലൊക്കെ ഒരു പങ്കുവഹിക്കുകയാണ് ഹസ്ബൻഡും. ഇനി ഇങ്ങനെ ബോറടിച്ച് ഇങ്ങനെ ഒരു പിന്നെ അറിഞ്ഞു തീരുന്ന അമ്മിക്കല്ല് പോലെ മാറണ്ട, അതൊരു മോശമാവും. യു ഗെറ്റ് കണക്റ്റഡ് ടു ദ വേൾഡ്, ലോകമായിട്ടൊന്ന് ബന്ധപ്പെട്ടിരിക്കുക, ലോകവുമായിട്ട് അടുത്ത് അറിയുക എന്നൊക്കെ പറഞ്ഞ ശേഷം അങ്ങനെ പോകും. അപ്പോൾ ഹസ്ബൻഡിൻ്റെ സപ്പോർട്ടോടു കൂടി തന്നെ സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമാകാൻ തുടങ്ങുന്ന യുവതി അല്ലെങ്കിൽ യുവ ഭാര്യ, അങ്ങനെ പണ്ട് കൂടെ പഠിച്ചിരുന്ന പിന്നെ നഷ്ടപ്പെട്ടു പോയ പല സുഹൃത്തുക്കളെയും റീഗെയിൻ ചെയ്യുന്നു, വീണ്ടെടുക്കുന്നു. നഷ്ടപ്പെട്ടു പോകുന്ന പരദീസയെ വീണ്ടെടുക്കുന്ന പരദീസി എന്ന് പറയുന്ന പോലെ ഈ ബന്ധങ്ങളൊക്കെ തന്നെ വീണ്ടെടുക്കുന്നു. അങ്ങനെ വീണ്ടെടുത്ത് അതിലിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ പരിചയമില്ലാത്ത ചിലവർ കൂടി ഫ്രണ്ട്ഷിപ്പിലേക്ക് വരുന്നു. ഒപ്പം തന്നെ പഴയ സോഷ്യൽ മീഡിയയുടെ സ്ഥാനത്ത് ഇപ്പം വളരെ നമ്മളെല്ലാവരും ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്ന ഒരു സാധനം കൂടി രംഗത്ത് വരികയാണ്. ചെയ്യേണ്ട കാര്യമില്ല, കാരണം പിന്നെ മുഖമോ പുസ്തകമോ അല്ലെങ്കിലും മുഖവും പുസ്തകത്തെക്കാളും കൂടുതൽ പ്രകാശിക്കുന്ന ഒരു വീട്ടിൽ തന്നെ രണ്ട് മുറിയിലിരിക്കുന്ന വ്യക്തികൾ ഇപ്പോ അങ്ങനെയാണ്. എക്സാക്ട്ലി. അപ്പോൾ അങ്ങനെയുള്ള പുതിയ സോഷ്യൽ മീഡിയയിൽ വരുന്നു, ഈ ഫ്രണ്ട്സിനെയൊക്കെ അതിലേക്ക് ആഡ് ചെയ്യുന്നു. ഒപ്പം തന്നെ ഇങ്ങനെ പുതിയ ചില സുഹൃത്തുക്കളെ റിക്വസ്റ്റ് അയക്കുന്നു, സ്വീകരിക്കുന്നു. ഈ നിലയ്ക്ക് മാറുന്ന ഒരു സ്ഥലം. അപ്പോൾ ഹസ്ബൻഡ് ഒരു എന്താ പറയുക ബിസിനസ് ലോകത്തേക്ക് വളരെ കൂടുതൽ ഇങ്ങനെ കുതിച്ച് മുന്നോട്ട് നീങ്ങുകയാണ്. ആ ഒരു കുതിപ്പിൽ ഒരുപക്ഷെ ഇവർ തമ്മിലുള്ള ആശയവിനിമയങ്ങളോ ഇവൾക്ക് നൽകേണ്ട ഒരു അടുപ്പമോ അത്തരം കാര്യങ്ങളൊന്നും ലഭിക്കുന്നില്ല എന്നുള്ളത് സംഭവിച്ചു. പക്ഷേ അയാൾ അതിനെക്കുറിച്ച് അങ്ങനെ വളരെ ബോധേഡായിരുന്നില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഇത് ആസ് യൂഷ്വൽ തിങ്സ് ആർ ഗോയിങ് ഓൺ. ഇവിടെ കുട്ടിയെ നോക്കുന്നു, ബാക്കി ഇയാളെ വീട്ടിലിരിക്കുന്നു, അല്ലെങ്കിൽ ജോലിക്ക് പോകുന്നു, വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ഷീസ് വെരി ബിസി ഇൻ സോഷ്യൽ മീഡിയ, അങ്ങനെ നിൽക്കുന്ന അവസ്ഥയാണ്. അപ്പോൾ ഹസ്ബൻഡേതായ ലോകത്തിൽ ഇങ്ങനെ നിൽക്കുന്നു. കുറച്ച് ദിവസം കഴിയുമ്പോൾ പിന്നെ നോക്കുന്ന അവസ്ഥയിൽ ഹസ്ബൻഡ് കാണുമ്പോൾ ഇയാളെപ്പോഴും ചാറ്റ് ചെയ്യുന്നൊരവസ്ഥയിലേക്ക് ഷീസ് ഗെറ്റിംഗ് ലോസ്റ്റ്. വീട്ടിൽ ഹസ്ബൻഡ് വന്നാൽ പോലും ശ്രദ്ധിക്കാൻ പറ്റുന്ന അവസ്ഥയിലല്ല, കംപ്ലീറ്റ് ഈ ചാറ്റ് എന്ന് പറയുന്ന സംവിധാനത്തിലേക്കാണ്. പിന്നെ ഒറ്റയ്ക്കൊന്നും ചാറ്റുള്ള ടെൻഡൻസി, പലപ്പോഴും ഒരുമിച്ച് ഉറങ്ങാൻ പോലും താല്പര്യമില്ലാതെ രണ്ട് മുറിയിലേക്ക് മാറിപ്പോകുന്ന ടെൻഡൻസി, അവിടെ പോയിട്ട് രാത്രി മുഴുവൻ ചാറ്റ് ചെയ്യുന്നത്, ഫോൺ അത്യാവശ്യം വിളിക്കുന്ന സംഭവങ്ങൾ. അപ്പോൾ ഈ നിലയ്ക്ക് കുട്ടിയെ ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല, വീട്ടുകാര്യങ്ങൾ ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ജോലിക്ക് പോകാൻ പറ്റുന്നില്ല. ഈ വിധത്തിൽ ഇങ്ങനെ മാറി വരുന്ന ഒരു വ്യത്യാസം കാണുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു വ്യത്യാസം കണ്ട ശേഷം അവിചാരിതമായിട്ട് ഹസ്ബൻഡ് അദ്ദേഹത്തിൻ്റെ ചാറ്റ് ഹിസ്റ്ററി കാണാൻ ഇടയാവുന്ന അവസരത്തിലാണ് ഹസ്ബൻഡ് വല്ലാതെ പിന്നെ ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു ഞെട്ടൽ സംഭവത്തിൽ നിന്നുണ്ടാകുന്നത്. അതിവിടെ കാണുന്ന സംഭവം എന്ന് പറയുന്നത്, ഈ ഹസ്ബൻഡ് ഒരു ദിവസം വീട്ടിൽ നിന്നും കുറച്ച് ദൂരേക്ക് പോകുന്ന ഒരു അവസ്ഥ വരുമ്പോൾ ഈ വൈഫ് ഒരു പുരുഷ സുഹൃത്തുമായിട്ട് ചാറ്റ് ചെയ്യുന്ന സംഭവമാണ്. ഇന്നെൻ്റെ ഭർത്താവ് വൈകുന്നേരം പോവും, അപ്പോൾ നീ ഇന്ന സ്ഥലത്ത് എത്താമെങ്കിൽ ഞാൻ നിന്നെ കാറ് കൊണ്ടുവന്ന് നിന്നെ പിക്ക് ചെയ്യാം, എന്നിട്ട് വീട്ടിൽ വന്ന ശേഷം ഒരു രാത്രി നിനക്ക് എൻ്റെ കൂടെ സ്പെൻഡ് ചെയ്യാം, പിറ്റേ ദിവസം വെളുപ്പാരാവിലെ ഞാൻ നിന്നെ തിരിച്ച് ഡ്രോപ്പ് ചെയ്യാം. അപ്പോൾ ഈ ചാറ്റ് കണ്ടിട്ട് അപ്പോൾ ഇയാൾ വളരെ അസ്വസ്ഥനായി. പിന്നെ അയാൾ പഴയ ഹിസ്റ്ററിയും ബാക്കി കാര്യങ്ങളൊക്കെ റിട്രീവ് ചെയ്യാൻ ശ്രമിക്കുകയും കണ്ട അവസരത്തിൽ ഇത് ഒരു വ്യക്തിയുമായിട്ടല്ല, ഈ ഹസ്ബൻഡ് തന്നെ കണക്കനുസരിച്ച് 7-8 വ്യക്തികളുമായിട്ടുള്ള ഇത്തരം കോൺവെർസേഷൻ കമ്മ്യൂണിക്കേഷൻ വരുന്നു. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ ശ്രദ്ധകളിലേക്കും ചിന്തകളിലേക്കും ഒക്കെ പോകുന്ന അവസ്ഥയിൽ കാണുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പിന്നെ ഒരു ദിവസം ഒരു വ്യക്തി എന്ന നിലയ്ക്ക് ഒരാഴ്ച തന്നെ പല വ്യക്തികളുമായിട്ട് വളരെ അടുത്ത ബന്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിസിക്കൽ റിലേഷൻഷിപ്പ്, ശാരീരികമായ ബന്ധം തന്നെ ഈ ഹസ്ബൻഡിൻ്റെ അസാന്നിധ്യം, അല്ലെങ്കിൽ ഹസ്ബൻഡ് വീട്ടിലുള്ളപ്പം തന്നെ ഇവർ പുറത്ത് പിന്നെ പോയിട്ട് ഷോപ്പിംഗ് എന്നൊക്കെ പറഞ്ഞ് പോയിട്ട്, അങ്ങനെ മകള് വീട്ടിൽ അടുത്ത മുറിയിൽ ഉറങ്ങുമ്പോൾ പുറത്ത് മാറി, ഇങ്ങനെ വളരെ അപകടകരമെന്നും അല്ലെങ്കിൽ എപ്പോഴും വേണമെങ്കിലും പിടിക്കപ്പെടാമെന്നൊക്കെ സാധാരണഗതിയിൽ ചിന്തിക്കുന്ന അവസരങ്ങൾ പോലും വളരെ സജീവമായിട്ട് ഇത്തരം എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്സിന് വേണ്ടി ഉപയോഗിക്കുന്ന സംഭവം ഒരു ഭാഗത്തിൽ കാണും.
മറുഭാഗത്ത് അയാൾ കാണുന്ന സംഭവം എന്ന് പറയുന്നത് ഇത്തരം ബന്ധങ്ങൾ മാത്രമല്ല, സെക്സ് ചാറ്റ്, ഓക്കെ, ലൈംഗികത ഏറ്റവും കൂടുതൽ ഇങ്ങനെ ഉണ്ടാക്കുന്ന നിലയ്ക്കുള്ള സംസാരങ്ങൾ നടത്തുന്നു എന്ന് മാത്രമല്ല, ഇദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ തന്നെ ചിത്രങ്ങൾ എടുത്ത ശേഷം, നഗ്ന ചിത്രങ്ങൾ എടുത്ത ശേഷം തനിക്കിഷ്ടമുള്ളവർക്ക് വിട്ടുകൊടുക്കുക, വീഡിയോ ചാറ്റ്, ഇങ്ങനെ എക്സ്പോസിങ് ദംസെൽസ്, സ്വയം എക്സ്പോസ് ചെയ്തുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചാറ്റ് ചെയ്യുക, ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ ആളാര് എന്ന് പരിചയം പോലും അധികം ഇല്ലാതെ ഇപ്പോൾ ഇങ്ങനെ ഡിമാൻഡ് ചെയ്യുന്നവർക്കായിട്ട് നടത്തുന്നൊരവസ്ഥയിലേക്ക് മാറിയിരിക്കും. അപ്പോൾ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായപ്പോഴും ഹസ്ബൻഡിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്, ഇതിപ്പോൾ പുറത്തെറിഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമാവും, പിന്നെ വീട്ടുകാർക്ക് പ്രശ്നം ഉണ്ടാക്കും. അങ്ങനെ പ്രശ്നം ഉണ്ടായാൽ അത് കുട്ടികളെ ബാധിക്കും. അപ്പോൾ അതുകൊണ്ട് ഹാസ് ടു ബി മാനേജ്ഡ് അതർവൈസ് എന്ന നിലയ്ക്കാണ് ഞാനുമായിട്ടുള്ള എൻ്റെ കൺസൾട്ടേഷന് വേണ്ടി വൈഫുമായിട്ട് അദ്ദേഹം ഇതേപ്പറ്റി വൈഫുമായിട്ട് ഇതൊക്കെ സംസാരിച്ചു. വൈഫ് ആദ്യം ഇത് നിഷേധിക്കുന്നുവെങ്കിലും ഇദ്ദേഹത്തിൻ്റെ ഒരു തന്ത്രപരമായ ഇടപെടൽ കാരണം ഇതൊക്കെ തന്നെ ഭാര്യയ്ക്ക് വെളിപ്പെടുത്തേണ്ടി വന്നു. അതിൻ്റെയൊക്കെ തന്നെ എല്ലാ എവിഡൻസസും ഇയാൾ സ്വീകരിക്കുകയും ചെയ്തു, എല്ലാം സ്വീകരിച്ചു വയ്ക്കുകയും ചെയ്തു. അപ്പോൾ ഈ ഇത്രയും ഒരു വെളിപ്പെടുത്തൽ കഴിഞ്ഞ ശേഷമാണ് എന്നെ കാണാൻ പറ്റുന്നത്. അപ്പോൾ ഇവിടെ ഉണ്ടാകുന്ന ഈ കാര്യങ്ങളൊക്കെ എന്നോട് പറഞ്ഞപ്പോൾ എനിക്ക് വളരെ ഒരു വൈരുദ്ധ്യം തോന്നിയ കാര്യം, ഇതിൻ്റെ ബാല്യം, കൗമാര, യൗവനം, ഈ കാലഘട്ടങ്ങളിലൊക്കെ പുരുഷ സുഹൃത്തുക്കളെ ഒട്ടും സ്വീകരിക്കാതിരിക്കുന്ന ഒരു പെൺകുട്ടി, വീടിൻ്റെ 4 ചുറ്റുമതിലിനുള്ളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നൊരു പെൺകുട്ടി, അധികം ആൾക്കാരുമായി സംസാരിക്കാനുള്ള ധൈര്യമില്ലെന്ന് മാത്രമല്ല ഒരു സങ്കോചം കാണിക്കുന്ന ഒരു പെൺകുട്ടി, വളരെ ചില വിശ്വാസ പ്രമാണങ്ങളും മതപരമായ ചിന്തകളിലും മാത്രം ഒതുങ്ങി നിൽക്കുന്ന കുട്ടി, ഒട്ടും ബഹിർമുഖത്വം ഇല്ലാത്ത ഒരു പെൺകുട്ടി, അത് ഒരു ഭാഗം. മറുഭാഗത്ത് വളരെ വിദ്യാസമ്പന്ന, വളരെ ചിന്തിക്കുന്ന കുട്ടി, വളരെ അക്കാഡമികമായി മികവ് കാണിക്കുന്ന കുട്ടി, അങ്ങനെ പോകുന്ന സംഭവം. അപ്പോൾ ഇങ്ങനെ ഇരിക്കുന്ന ഈ കുട്ടിയിൽ ഇയാൾ പറയുന്ന വിധത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകുന്നുവെങ്കിൽ ഉണ്ടായിട്ടുണ്ടോ, ഉണ്ടായിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ടുണ്ടായി? അപ്പം ഞാൻ ഈ ലേഡിയോട് ചോദിച്ചു, ഇസ് ഇറ്റ് ട്രൂ? ഹസ്ബൻഡ് പറയുന്നു ദിസ് ആർ ആൾ വാട്ട് ഹാപ്പൻ എന്ന് പറയുന്നു, പക്ഷെ അത് സത്യമാണോ? ലേഡി പറഞ്ഞു സത്യമാണ്, ഇറ്റ് ഹാസ് ഹാപ്പൻഡ്. അപ്പോൾ ഞാനിതിനകത്ത് അന്വേഷിക്കുന്ന സംഭവം എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കും. ഇപ്പോൾ സാധാരണഗതിയിൽ ഒരു മാനസികാരോഗ്യ മേഖലയിലോ അല്ലെങ്കിൽ ഒരു മനഃശാസ്ത്ര ചികിത്സയിലോ ഒക്കെ തന്നെ ഇങ്ങനെ മൾട്ടിപ്പിൾ റിലേഷൻഷിപ്സ് ഒക്കെ ഉണ്ടാകുന്നുവെങ്കിൽ, പ്രത്യേകിച്ചൊരു പുരുഷ തെറാപ്പിസ്റ്റ് അല്ലെങ്കിൽ ചികിത്സകൻ പെട്ടെന്ന് കാണുന്ന ഒരു വാക്കാണ് ഈ ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ. പക്ഷേ പലപ്പോഴും ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് നമ്മൾ ആ ബ്രാക്കറ്റിനകത്ത് ഇടാൻ ശ്രമിക്കുന്നത് എല്ലാം അങ്ങനെ ആവണമെന്നില്ല. ഇവിടെ നോക്കി വരുന്ന അവസ്ഥയിൽ കാണുന്നൊരു സംഭവം എന്ന് പറയുന്നത്, ഇവിടെ നോക്കി വരുന്ന അവസരത്തിൽ ഈ കുട്ടിയും ഒരുപാട് കുറേ സ്വപ്നങ്ങളും പ്രതീക്ഷകളുമായിട്ടാണ് ഈ ഹസ്ബൻഡുമായിട്ടുള്ള വ്യക്തിബന്ധം തുടങ്ങുന്നത്. പക്ഷേ ഇതിങ്ങനെ തുടങ്ങി കുറച്ച് മുന്നോട്ട് പോകുന്ന അവസ്ഥയിൽ വാട്ട് ഹാപ്പൻ ഈസ് ദാറ്റ് അയാൾ ഇതിൽ നിന്നും കംപ്ലീറ്റ് അങ്ങ് മാറും. അയാളുടെ ഒരു ബിസിനസ് വേൾഡിലേക്ക് കംപ്ലീറ്റ് ഇങ്ങനെ മുന്നോട്ട് നീങ്ങുന്നൊരവസ്ഥ, ഒരു സോർട്ട് ഓഫ് ഒരു സൈക്കോളജിക്കൽ സെപ്പറേഷൻ, കമ്മ്യൂണിക്കേഷനും ഒരു അറ്റാച്ച്മെൻറ്റും കെയറും ഒക്കെ നഷ്ടപ്പെട്ടു പോകുന്നൊരവസ്ഥയിലേക്ക് മാറുന്നു. അപ്പോൾ ഈ കെയറും ഇതൊക്കെ അറ്റാച്ച്മെൻറ്റ് അതൊക്കെ നഷ്ടപ്പെട്ടു വന്ന അവസ്ഥയിൽ ഈ ലേഡി ഇതൊക്കെ ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്നു. എക്സാമ്പിൾ അയാളിനെ പറഞ്ഞൊരു കാര്യം, എൻ്റെ ഹസ്ബൻഡ് എന്നെ ഒരു കാര്യത്തിൽ പോലും എന്നെ അപ്രീഷിയേറ്റ് ചെയ്യപ്പെടുന്നില്ല. അപ്പം ഞാൻ ഉണ്ടാക്കുന്ന ഫുഡിനെ കുറിച്ചോ, കാരണം ഞാൻ നല്ല ഫുഡ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇറ്റ്സ് ഗുഡ് എന്ന് പറയുന്നില്ല. സോ ഐ ഗെറ്റ് ദ ഫുഡ്, ഇറ്റ്സ് ഓക്കെ. യെസ്. അപ്പോൾ ഈ ലേഡി സാധാരണ മറ്റ് വ്യക്തികളെ പോലെ ആഗ്രഹിക്കുന്ന ഒരു ചൂട് അല്ലെങ്കിൽ അതിൻ്റെ ഒരു സ്നേഹത്തിൻ്റെ ഒരു സ്പർശനം, ഒരു അടുപ്പം, ഒരു കെയർ, ഇയാൾ ഉപയോഗിച്ച വാക്ക് തന്നെയാണ് കെയർ. അത്തരം കാര്യങ്ങൾ കിട്ടാതെ പോകുന്നു. പക്ഷേ ഇത്തരം കാര്യങ്ങൾ താൻ കൊടുക്കുന്നില്ല എന്ന് ബോധം ഇയാൾക്കുണ്ടാകുന്നില്ല. കാരണം ഈസ് ലോസ്റ്റ് ഇൻ ഈസ് ബിസിനസ് വേൾഡ്. അയാൾ അടുത്ത പ്രോജക്റ്റ് എന്താവും, അതിൻ്റെ അടുത്ത പ്രോജക്റ്റ് എന്താവും, ഉള്ള പ്രോജക്റ്റിനെ എങ്ങനെ വിജയിപ്പിക്കുക, എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യാം, മറ്റ് പാർട്ട്നേഴ്സ് ആരുമായിട്ട് പാർട്ട്ണർഷിപ്പ് ഉണ്ടാവാം, ഈ നിലയ്ക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. ഇതൊന്നും കാണാത്ത വിധത്തിൽ ഈ ലേഡിയും വളരെ കംഫർട്ടബിളായിട്ട് ഇയാളോട് വളരെ സ്നേഹമായിട്ട് പെരുമാറുന്നു, ഭംഗിയായിട്ട് നീങ്ങുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ അവർ പറയുന്നത് ഒരു നിലയ്ക്കും ഒരു താല്പര്യവും കാണിക്കുന്നില്ല. അങ്ങനെ ഇപ്പോൾ എൻ്റെ ഫുഡിനെക്കുറിച്ചോ, എൻ്റെ വസ്ത്രധാരണത്തെക്കുറിച്ചോ, എൻ്റെ സ്വഭാവത്തെക്കുറിച്ചോ, എൻ്റെ രൂപത്തെക്കുറിച്ചോ, എൻ്റെ സംഭാഷണത്തെക്കുറിച്ചോ ഒന്നും കിട്ടുന്നില്ല. അങ്ങനെ നിൽക്കുമ്പോഴാണ് പണ്ട് പരിചയം ഉണ്ടായിരുന്ന ഒരു സുഹൃത്തിനെ ആദ്യം ഇങ്ങനെ കിട്ടുന്ന അവസരത്തിൽ അയാൾ ഓരോ കാര്യങ്ങളും അപ്രീഷിയേറ്റ് ചെയ്യാൻ തുടങ്ങി. യു ആർ ഗുഡ്, ഇന്ന് തന്നെ പ്ലസ് പോയിന്റ് ഞാൻ കാണുന്നുണ്ട്, ദിസ് ഈസ് റിയലി യു ആർ റിയലി ഗുഡ്,
യു മേക്ക് മീ റിയലി ഹാപ്പി. അപ്പം ഇങ്ങനെയൊക്കെയുള്ള വാക്കുകൾ കിട്ടുന്ന അവസരത്തിൽ, കിട്ടായിരുന്ന വാക്കുകൾ കിട്ടുന്ന അവസരത്തിൽ സ്വാഭാവികമായിട്ടും അങ്ങോട്ടേക്ക് ചായാൻ വേണ്ടിയുള്ള പ്രവണത. അപ്പോൾ അതവിടെ തുടങ്ങും. അവിടെ തുടങ്ങി കുറച്ചൊന്ന് മുന്നോട്ട് നീങ്ങുന്ന ശേഷം പിന്നെ ഉണ്ടാകുന്നത് മറ്റു ചില ആൾക്കാർ ഇങ്ങനെ ചാറ്റ് ചെയ്യുന്ന അവസരത്തിലുണ്ടാകുന്ന പെട്ടെന്ന് ഇമ്പൾസീവായിട്ടുണ്ടാകുന്ന, ഒന്നും ആദ്യമേ ഉറപ്പിച്ചുകൊണ്ട് പോകുന്ന കാര്യങ്ങളല്ല, ബട്ട് പ്രതീക്ഷിക്കാതെ തന്നെ പെട്ടെന്നുണ്ടാകുന്ന ഇത്തരത്തിലുള്ള ആശയങ്ങൾ, കമ്മ്യൂണിക്കേഷൻസ് ഒക്കെ തന്നെ വളരെ പെട്ടെന്ന് കൂടുതൽ അടുപ്പങ്ങളിലേക്ക് ഇങ്ങനെ കൊണ്ടുപോകും. ഇത് ഒരർത്ഥത്തിൽ പിന്നെ ഓരോ പ്രാവശ്യവും ഇങ്ങനെ പെട്ടു പോകുന്നു. അപ്പോൾ ഒരു പ്രാവശ്യം ഇങ്ങനെ സംഭവിച്ച് ഒരു വ്യക്തിയുമായിട്ടായി കഴിയുമ്പോൾ പിന്നെ വിചാരിക്കും നീ എന്തായാലും ഇത് വേണ്ട. ബട്ട് ദെൻ അടുത്ത പ്രാവശ്യം മറ്റൊരാളുമായിട്ട് അടുത്ത് സംസാരിക്കുമ്പോൾ ഇങ്ങനെ വളരെയധികം അടുപ്പം കാണിക്കുന്ന വാക്കുകളും അത്തരത്തിലുള്ള എക്സ്പ്രഷൻസ് ഒക്കെ വന്നു പോകുമ്പോൾ വീണ്ടും അതിലേക്ക് പോകും. അങ്ങനെ ഈ പറഞ്ഞ 7 പേരുമായിട്ടുണ്ടാകുന്ന ശാരീരികമായ അടുപ്പം, ആർ യു റിയലി എൻജോയിങ് ദ ലൈഫ് എന്ന് ചോദിച്ചപ്പോൾ അങ്ങനെ ഞാൻ എൻജോയ് ചെയ്യുന്നില്ല. പക്ഷേ എനിക്ക് എന്തെന്നറിയാതെ ഒരു തള്ളലാണ്. ഇതിപ്പോൾ വീഡിയോ ചാറ്റ് തന്നെ നടത്തുന്ന അവസരത്തിൽ റിസ്ക് ഉണ്ടോ എന്ന് ചോദിച്ചാൽ റിസ്ക് ഉണ്ടാവും. എനിക്ക് തന്നെ അറിയാം റിസ്ക് ഉണ്ട്. കാരണം ഞാൻ ബുദ്ധി ഇല്ലാത്ത ആളോ കാര്യങ്ങൾ മനസ്സിലാക്കാത്ത ആളല്ല. ബട്ട് ആ ഒരു സമ്മർദ്ദത്തിൽ റിസ്കിനെ കുറിച്ച് ചിന്തിക്കാൻ എനിക്ക് പറ്റാതെ പോകുന്ന ഒരവസ്ഥ. ആ റിസ്ക് ഞാൻ ചിന്തിക്കുന്നില്ല. കാരണം എനിക്ക് ലഭിക്കാതെ പോകുന്ന എന്തൊക്കെയോ കിട്ടുന്നു എന്നുള്ളൊരു തോന്നലാണ് എനിക്കവിടെ സംഭവിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു സംഭവത്തിൽ എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് പറയുന്നത്, ഒരുപക്ഷെ ഒരു മധ്യഘട്ടത്തിലൊക്കെ ആകുമ്പോൾ ഒരു മനുഷ്യൻ്റെ 30+ എന്നൊക്കെ പറയുന്ന ഒരു കാലഘട്ടത്തിലാകുമ്പോൾ മിക്കവാറും പുരുഷന്മാർ കൂടുതൽ പ്രാധാന്യം കൽപ്പിച്ചു പോകുന്നത് അച്ചീവ്മെൻറ്റിന് വേണ്ടിയും പവറിന് വേണ്ടിയും ഒക്കെ ജീവിതം മാറുമ്പോൾ, സ്ത്രീകൾ കുറച്ച് കൂടുതൽ ഇൻഹിബിഷനൊക്കെ കുറഞ്ഞ ശേഷം ജീവിതം മുന്നോട്ട് നയിക്കാൻ ശ്രമിക്കുമ്പോൾ അഫിലിയേഷന് വേണ്ടിയുള്ള കൊതി കൂടുതൽ ഉണ്ടാകുന്ന അവസരത്തിൽ ഈ മിസ്മാച്ച് ഉണ്ടാകുമ്പോൾ പലപ്പോഴും വിവാഹേതര ബന്ധങ്ങളിലേക്ക് വഴിമാറിപ്പോകും. അപ്പോൾ ഈ വിവാഹ ജീവിതത്തിൽ പരസ്പരം എത്ര കണ്ട് കണക്റ്റഡ് ആയിരിക്കുന്നു, എത്ര കണ്ട് പരസ്പരം ഒരു മനസ്സിനകത്തുള്ള ഇഷ്ടാനിഷ്ടങ്ങൾ എക്സ്പ്രസ് ചെയ്ത് മുന്നോട്ട് നീങ്ങാൻ സാധിക്കുന്നു, അത് വിവാഹ ജീവിതത്തിൻ്റെ ആരോഗ്യത്തെയും അല്ലെങ്കിൽ അതിൻ്റെ ആയുർദൈർഘ്യത്തെയും തീർച്ചയായിട്ടും സ്വാധീനിക്കുന്ന ഒന്നാണെന്ന് തെളിയിക്കുന്ന സംഭവങ്ങളാണ്. തീർച്ചയായിട്ടും ഡോക്ടർ, നമുക്കിന്ന് എന്തായാലും മൈൻഡ് അപ്പ് ചെയ്യാനുള്ള സമയമായിരിക്കുകയാണ്. നമുക്ക് അടുത്ത ആഴ്ച മറ്റൊരു വിഷയമായി വീണ്ടും കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.